വെൽക്കം ടു യെറ്റ് അനദർ വ്ലോഗ്. അതെ ഗൈസ്, ലുലു മോളിന്റെ ചരിത്രത്തിൽ തന്നെ ലുലു മോൾ തുറക്കുന്നതിന് മുന്നേ തന്നെ നമ്മളിവിടെ വെയിറ്റ് ചെയ്ത് കാത്തുകെട്ടി കിടക്കുകയാണ്. ഇതുവരെ ഒരു മനുഷ്യനെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമ്മുടെ ഫ്രണ്ടിൽ 2 കാറുകൾ കിടപ്പുണ്ട്. ലുലു മോൾ തുറന്നിട്ടില്ല. എന്തിനാണ് വന്നിരിക്കുന്നത്? 9 o'clock ഡങ്കി ഷോ ആണ്. നമുക്ക് വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ലെറ്റ്സ് റോക്ക് ഗൈസ്. Guys, yes. Wait and watch for the Christmas. Hey, don't fair. You get to wear cooling glasses. Christmas extra work. Guys, ഒരു സമാധാനമുണ്ട്. വെളുപ്പംകാലത്ത് തിയേറ്ററിൽ നമ്മൾ മാത്രമല്ല, വേറെ കുറേ ആൾക്കാർക്ക് ഇതുപോലെ കിറുക്ക് പിടിച്ച ആളുകളുണ്ട്. ഗൈസ്, രാവിലെ നമ്മൾ ലുലുവിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വന്ന്, മെയിനായിട്ട് ചിക്കൻ ലെഗാണ് വാങ്ങിച്ചത്. എന്നിട്ട് കുറച്ച് ഡോനട്ടും മാർബിൾ കേക്കാണ് എൻ്റെ മദർ ഇൻ ലോയ്ക്ക് ഇഷ്ടം. പ്ലം കേക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് അത് മാത്രം വാങ്ങിച്ച് ഗിഫ്റ്റ് ചെയ്തിട്ട് തിരിച്ച് സിനിമയൊക്കെ പിള്ളേർ കണ്ടുകൊണ്ടിരുന്നിട്ട് വീട്ടിൽ വന്നു. ഇപ്പം ഞാൻ എന്താണ് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ, ക്രിസ്മസിന് വർഷങ്ങളായിട്ടുള്ള, അതായത് പിള്ളേരുണ്ടായി കഴിഞ്ഞിട്ട് ശേഷമുള്ള ഒരു ട്രഡീഷനാണ്. നമ്മൾ US വെച്ചേ ചെയ്തുകൊണ്ടിരുന്നതാണ്. അതായത് ക്രിസ്മസ് ഗിഫ്റ്റ് ഞാനായിട്ട് കൊടുക്കണമെന്നല്ല, സാന്റാക്ലോസ് വന്നിട്ട് കൊടുക്കും. ട്രീൻ്റെ അടിയിൽ ഇങ്ങനെ വെക്കും. ഇപ്പം മൂത്ത ആൾക്ക് ഒരുവിധം മനസ്സിലായി, മീൻസ് അറിയാം സാന്റാക്ലോസ് ഒന്നും ഇല്ല എന്നുള്ള രീതിയിലാണ് അവൻ. ഞാനാണ് വെക്കണേന്ന് അവൻ അറിയാം. ഇളയാൾ വിശ്വസിക്കുന്നുണ്ട്. അപ്പം ഇളയാൾ ലെറ്ററൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ കാണിച്ചത് രാത്രി ഒരു സംഭവമുണ്ട്. ക്രിസ്മസ് ട്രീയുടെ അടുത്ത് പോയിട്ട് ചില പ്രക്രിയകളൊക്കെ ഉണ്ട്. അപ്പം ഇപ്പം അവർ TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇപ്പം എൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, ഈവൻ ദോ ഒരാൾക്ക് വിശ്വാസം ഇല്ലെങ്കിലും ഞാനതൊരു ട്രഡീഷനാക്കി ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അതായത് ഞാൻ ഈ ഗിഫ്റ്റ് ഇങ്ങനെ എന്തായാലും റാപ്പ് ചെയ്യും, എന്നിട്ട് ട്രീയുടെ അടിയിൽ വെക്കും. എന്നിട്ട് രാവിലെ എണീക്കുമ്പം അവർ സർപ്രൈസ്ഡ് ആയിട്ട് ഇരിക്കും. അപ്പോൾ ഒരാൾ വിചാരിക്കും സാന്റ എന്തായാലും വന്ന് വെച്ചതാണ്. എന്തായാലും ഇത് ടെറസ്, ഇതിൽ പക്ഷേ ചില ഡൗട്ടുകളൊക്കെ ഉണ്ട്. US എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ചിമ്മിനിയുണ്ട്. നമ്മളിങ്ങനെ തണുപ്പത്ത് ഇങ്ങനെ തീ കത്തിച്ചിട്ട് മേളിൽ കൂടെ ഒരു സാധനം പോകില്ലേ, അതിനകത്ത് കൂടെയാണ് സാന്റാക്ലോസ് വരുന്നതെന്നാണ് ബിലീഫ്. ഇവിടെ ചിമ്മിനിയില്ലല്ലോ, ഇവിടെ ടെറസല്ലേ ഉള്ളൂ. അപ്പോൾ അവൾക്ക് ആ ഡൗട്ടൊക്കെ ഉണ്ട്. എന്നാലും അവൾക്ക് ഗിഫ്റ്റ് കിട്ടിയാൽ മതി. പക്ഷേ ലെറ്ററിൽ അവൾ എഴുതി കൊടുത്തിരിക്കുന്ന സാധനം എന്താണെന്ന് ഞാനിത് നേരത്തെ ഓർഡർ ചെയ്യണമല്ലോ. ഞാൻ ഇത്തവണ ആമസോണിൽ നിന്നാണ് ഓർഡർ ചെയ്തേക്കുന്നത്. ഈ ഗിഫ്റ്റ് എന്താണെന്ന് ഞാൻ കാണിച്ചു തരുള്ളൂ. നിങ്ങൾ നാളെ കണ്ടാൽ മതി. അപ്പം ഇത് ഞാനിവിടെ ഇപ്പോൾ റാപ്പ് ചെയ്ത് ഇവിടെ അലമാരിക്കകത്ത് ഒളിപ്പിച്ച് വെക്കും. എന്നിട്ട് അവർ ഉറങ്ങിക്കഴിഞ്ഞിട്ട് ഞാൻ സ്ക്രീനിൻ്റെ അടുത്ത് കൊണ്ട് വെക്കും. ഇതൊക്കെയാണ് ഇവിടുത്തെ പരിപാടികൾ. ഇപ്പോൾ റിയൽ ലെറ്ററിൽ എഴുതി വെച്ചേക്കുന്ന സാധനം അല്ല ഇതിൽ ഞാൻ വെച്ചേക്കുന്നത്. അവൾ ഇന്നാണ് ലെറ്റർ എഴുതിയത്. അവൾ എന്ത് എഴുതുമെന്ന് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. മാത്രമല്ല അവളുടെ പറയണ സാധനത്തിൻ്റെ ബഡ്ജറ്റ് എനിക്കും കാണൂലല്ലോ. അവൾ എന്തെങ്കിലും വില കൂടിയ സാധനങ്ങളൊക്കെ ചിലപ്പോൾ എഴുതി വെച്ചാലേ, വില കൂടിയ സാധനം ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, എൻ്റെ ബഡ്ജറ്റിന് കിട്ടുമെന്ന് അറിഞ്ഞൂടാ. എന്തായാലും എനിക്ക് അവൾക്ക് ഇഷ്ടപ്പെടും എന്ന് തോന്നുന്നൊരു സാധനമാണ് ഞാൻ ഓർഡർ ചെയ്തത്. അപ്പോൾ എന്തായാലും ഞാൻ അതിനെ റാപ്പ് ചെയ്ത് ഇതിൻ്റെ അടിയിൽ കൊണ്ട് വയ്ക്കണം. ഇപ്പോൾ രണ്ടുപേരും TVയുടെ മൂട്ടിലായതുകൊണ്ട് ഇതൊന്നും ശ്രദ്ധിക്കാനുള്ള സമയമില്ല. അല്ലെങ്കിൽ ഞാൻ 2 മിനിറ്റ് കാണാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഉടനെ അന്വേഷിച്ച് വരും, വേറെ അറിയൂ എന്നും പറഞ്ഞുകൊണ്ട്. ഇപ്പോൾ എന്തായാലും TV ആയതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ എന്നിട്ട് ഇതിൽ അവൾ ചോദിച്ച സാധനം ഇല്ല. അപ്പോൾ ഞാനൊരു ലെറ്റർ എൻ്റെ മേളിൽ വെക്കാൻ പോകണം. സോറി റിയ, സാന്റ കുഡിൻറ്റ് ഫൈൻഡ് യുവർ ഗിഫ്റ്റ്, ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. അതും എഴുതണം എനിക്ക്. പക്ഷേ എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് പോലെ തോന്നാനും പാടില്ല. അപ്പം ഇതാണ് റിയയുടെ ഗിഫ്റ്റ്. ഷാൻ്റെത് ഇനി റാപ്പ് ചെയ്യണം. ഷാൻ്റെത് ഷാന് എന്താണെന്ന് പറഞ്ഞാൽ അവനൊരു ടെൻഷനുണ്ട്. അവനറിയാം ഞാനാണ് വാങ്ങിക്കുന്നതെന്ന്. ഞാൻ വാങ്ങിച്ചോന്നും അവന് ടെൻഷനുണ്ട്. ഇനിയിപ്പോൾ ഞാൻ വാങ്ങിച്ചില്ലേ, ഞാൻ വാങ്ങിച്ചോ, അങ്ങനത്തെ ടെൻഷനാണ് അവന്. കഴിഞ്ഞ വർഷം ഞാൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ, ഞാൻ ഓർഡർ ചെയ്ത സാധനം അവൻ വീട്ടിൽ ഉണ്ടായിരുന്നപ്പോഴാണ് വന്നത്. അപ്പോൾ എനിക്ക് പറയേണ്ടി വന്ന്, സോറി സാന്റ ഇത്തവണ നേരത്തെ ഗിഫ്റ്റ് കൊണ്ടുവന്നെന്ന് പറഞ്ഞ് അവന് കൊടുത്തു. കാരണം അവൻ ഓൾറെഡി വിശ്വസിക്കുന്നില്ല എന്ന് എനിക്കറിയാം. പിന്നെ എന്തോ കഴിഞ്ഞ വർഷം ഞാൻ അത്രയും ആ ഒരു ഇതുപോലെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ആ റിച്വൽ പോലെ ചെയ്തില്ല. സ്ഥിരം ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഒന്നും ഉണ്ടാക്കാതെ ഞാനിങ്ങനെ ചുമ്മാ എടുത്ത് കൊടുക്കുകയാണ് ചെയ്തത്. ഗിഫ്റ്റ് സാന്റ എനിക്ക് തന്നിട്ട് പോയി എന്നൊക്കെ പറഞ്ഞ് ട്രീയുടെ അടിയിൽ വെക്കുന്ന പരിപാടിയൊന്നും പക്ഷെ ഇത് ഇളകി വരണില്ലല്ലോ, ചെയ്തില്ലായിരുന്നു. നാളെ എന്തായാലും അതിൻ്റെ ട്രീയുടെ അടിയിൽ കിട്ടും എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ അവന് പണ്ട് ഞാൻ US വെച്ച് ഇങ്ങനെ ചെയ്തപ്പോൾ എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ, ഞാനൊരു പ്രാവശ്യം സാധനം വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് കാറിൻ്റെ ബാക്കിൽ വെച്ചിരിക്കുകയായിരുന്നേ.
എന്നിട്ട് ഞാൻ എന്തോ സാധനം എടുക്കാൻ പോയപ്പോൾ അവൻ കാറിൻ്റെ ബാക്കിൽ നിന്ന് ഇങ്ങനെ ഡിക്കിലോട്ട് എത്തി നോക്കിയപ്പോൾ അവൻ ഇത് കണ്ട്. പക്ഷെ അതെന്തോന്നുള്ള എന്തോ ചോദിച്ചു. അപ്പം തീരെ ചെറുതായിരുന്നു, 4 years 3 years 4 years എന്തോ. അപ്പോൾ എന്തോന്നെന്നും പറഞ്ഞു ചോദിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് അതിനെന്തോ ഹൈഡ് ചെയ്തിട്ട് ഒന്നുമില്ല പറഞ്ഞ സബ്ജക്റ്റൊക്കെ മാറ്റി അങ്ങനെ എന്തോ. അപ്പോൾ അവൻ ക്രിസ്മസിന് അത് കിട്ടിയപ്പോൾ അവന് മനസ്സിലായി അമ്മ അത് വാങ്ങിച്ചത് ഞാൻ കണ്ടു എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അത് ഞാൻ അത്ര സ്ട്രെസ്സൊന്നും കൊടുത്തില്ല. എന്തായാലും അതൊക്കെ ആയിരിക്കും വൺ ഓഫ് ദ റീസൺസ് അവന് നേരത്തെ മനസ്സിലായി സാന്റ ഇല്ല. ചില പിള്ളേർ ഇപ്പോഴും 15 വയസ്സായ പല പിള്ളേർ പോലും സാന്റ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ ഷോ ആണ് ഇത്. അറിയായിരിക്കും ചിലപ്പം അവർക്ക് സാന്റ ഇല്ല എന്നൊക്കെ. പക്ഷേ എങ്കിലും അതൊക്കെ ഒരു ട്രഡീഷൻ പോലെ. പിന്നെ ഈ സാധനം നമ്മുടെ വീട്ടിലുള്ളതാണെന്ന് ഇവർക്ക് രണ്ടുപേർക്കും അറിയാം. ഇതൊക്കെ ഒരു എന്ത് ഷോ അല്ലേ പിള്ളേർക്ക് വേണ്ടി ഒരു എൻ്റർടൈൻമെൻറ്റ്. അപ്പോൾ രാത്രി ക്രിസ്മസ് ട്രീൻ്റെ അവിടെ കുറച്ച് പരിപാടികൾ കാണിക്കും. അതിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ വരാം. ഓക്കെ, ഇത് ഞാൻ ഒളിപ്പിച്ച് വെക്കട്ടെ. എന്താണ് ചെയ്യണത്? സാന്റക്ലോസിന് ബിസ്ക്കറ്റും പാലും പിന്നെ ഒരു ലെറ്ററും ഉണ്ട്. ഫ്രം റിയ രാഹുൽ ടു സാന്റക്ലോസ്, മെരി ക്രിസ്മസ്, ഓപ്പൺ മിൽക്ക് ആൻഡ് കുക്കീസ്. ആരോ അങ്ങോട്ട് കാണിച്ചിട്ട് ഇവിടെയാണ് വെച്ചേക്കുന്നത് മിൽക്ക് ആൻഡ് കുക്കീസ്. അങ്ങനെ വയ്ക്കാല്ലേ? ഓക്കെ. പിന്നെ ഇത് ജീസസ്, അത് ജീസസ് അല്ലേ? ഓക്കെ. അപ്പോൾ സാന്റ രാത്രി വന്നിട്ട് പാലും ഒക്കെ കഴിച്ചിട്ട് കുക്കിയും കഴിച്ചിട്ട് ഗിഫ്റ്റ് വെച്ചിട്ട് പോവല്ലേ? റോ പാൽ, അത് കുഴപ്പമില്ല. പച്ചപ്പാലൊക്കെ കുടിക്കും സാന്റ. സാന്റ ഏത് വഴി വരും? ശരി. സാന്റ എങ്ങനെയെങ്കിലുമൊക്കെ വന്ന് ഗിഫ്റ്റൊക്കെ വെക്കണം അല്ലേ? മാജിക് ആയതുകൊണ്ട് എവിടെ വഴി വേണമെങ്കിലും വരും. Invisibly just go like this. Like Roblox, you can go like there's a door. You don't have to open it. You can just directly go. Okay. അപ്പം നോക്കാം നാളെ രാവിലെ. ഇഷാനൊന്നും വെക്കണില്ലേ? I don't believe in Santa Claus. ഓക്കെ, നോ ബിലീഫ്. അപ്പം ഗിഫ്റ്റും കിട്ടൂല നോ ബിലീഫ് ആണെങ്കിൽ. എന്താ കുക്കിയൊന്നും ആരും കഴിച്ചില്ലേ? We have this wrapper. റാപ്പർ സാന്റയ്ക്ക് സെയിം റാപ്പർ ആയിരിക്കും. എല്ലാ കടയിലും ഇപ്പം റാപ്പറുകളൊക്കെ അല്ലേ? നോക്കുന്നത് എനിക്കറിഞ്ഞൂടാ. സാന്റ വെച്ചിട്ട് പോയത് എനിക്കെങ്ങനെ അറിയാം? രാവിലെ നേരത്തെ എണീറ്റ് വന്നിരിക്കുകയാണ് അറിയാം. കുറച്ച് നേരം കൊണ്ട് ഉറങ്ങാത്തത്. ഇതാണ് വിഷ് ചെയ്ത് എന്ത് കിട്ടി അറിയിക്ക്? എല്ലാം ഒരു സർപ്രൈസ് ആണ് വിഷ് ചെയ്തത്. എന്താ കിട്ടിയത് നിനക്ക്? ഒന്നും കിട്ടി അറിയാം? എന്തൊക്കെ ഉണ്ട്? ഉണ്ട് മറ്റേ കയ്യിലിട്ടണത്. ഇങ്ങനെ കയ്യിലിടുന്ന കൈ മറ്റേ ഇങ്ങനെ like this. പിന്നെന്തൊക്കെയുണ്ട്? പിന്നെ ഒരു വേറെ ബോം, പിന്നെ ഒരു ചീപ്പാണോ സാന്റയ്ക്ക് തന്നത്? ചേട്ടൻ നോക്കും. ചെറിയ പറയണത് സാന്റ വെച്ചതല്ല, ഇത് നമ്മുടെ സെയിം റാപ്പർ നമുക്കുള്ളതുകൊണ്ട് ഇത് തീരെ വിശ്വാസമില്ല ഇത് സാന്റ വെച്ച്. കത്തുന്ന ചിലപ്പോ ഫിറ്റ് ആവില്ല എനിക്ക്. അത് പപ്പടക്കമ്പിട്ടൊരു ഓട്ട ഇടാം. 100% ചിലപ്പോ എനിക്ക് ഫിറ്റ് ആവും. ചിലപ്പോ അപ്പൊ ഇത് കണ്ട് എങ്ങനെ ഫിറ്റ്
ഹാപ്പി ക്രിസ്മസ്. അത് ആഹാരമൊക്കെ കഴിച്ച് കയ്യിൽ വേണം. നമ്മൾ കുക്കിംഗ് തുടങ്ങിയിരിക്കുകയാണ്. നമ്മൾ എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത്? നമ്മളിന്ന് ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഇത് ഉണ്ടാക്കുക. എന്താണ് ഉണ്ടാക്കുന്നത്? ചോക്ലേറ്റ് മഗ് കേക്ക്. നമ്മൾ 3 പേരും കൂടെ ഉണ്ടാക്കുന്നതായിരിക്കും. ഫോണ്ടന്റ് ഇല്ല, അപ്പൊ നമ്മൾ മഗ്ഗിൽ ചോക്ലേറ്റ് കേക്ക് മാത്രം ഉണ്ടാക്കും അല്ലേ? ഓക്കെ. അത് കഴിഞ്ഞിട്ട് നമ്മള് ചിക്കൻ ഫ്രൈ ആൻഡ് വെജിറ്റബിൾ ഫ്രൈഡ് റൈസ്. പ്ലം കേക്കാ? അത് കടയിൽ നിന്ന് വാങ്ങിച്ചത്. ഫ്രൈഡ് റൈസിന് പ്രത്യേകിച്ച് റെസിപ്പി ഒന്നും എനിക്ക് തോന്നുന്ന പോലെ ഞാൻ ഉണ്ടാക്കും. അരി ഫ്രൈ ചെയ്തിട്ട് സെപ്പറേറ്റ് ആയിട്ട് വെജിറ്റബിൾ എന്താണ് കുക്ക് ചെയ്തിട്ട് ലാസ്റ്റ് രണ്ടും കൂടെ ഒരുമിച്ചിട്ട് വേവിക്കുന്നു. എന്നിട്ട് വേണം ഞാൻ ഇവിടെ ഉള്ളി പിന്നെയാണ് വഴറ്റുന്നത്. എന്നിട്ട് ഇത് രണ്ടും കൂടെ എന്ത് ചെയ്യുന്നത് എനിക്ക് അറിയണം. മിക്കവാറും ഉള്ളി ലെയർ ആക്കുമായിരിക്കും. വീട്ടിൽ നോൺ വെജ് കഴിക്കാത്ത 2 പേരുണ്ട്, അച്ഛനും അമ്മയും. അപ്പം അവർക്ക് വേണ്ടി ഞാൻ ചിക്കൻ മിക്സ് ചെയ്യുന്നുണ്ട്. ചിക്കൻ അതുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് ഫ്രൈ. ചിക്കൻ ഞാൻ വാങ്ങിച്ചതാണ്ട് ഇതാണ്. ലുലുവിൽ പോയിട്ട് ചിക്കൻ മാരിനേറ്റഡ് സ്പൈസി ലഡു. പിള്ളേർ കഴിക്കുമോ എന്തോ, എരി കൂടി പോവോ എന്തോ. അപ്പോൾ റെഡിയാണ് നമ്മുടെ ലുലു ചിക്കൻ ഫ്രൈ. റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റെപ്പ് 1. അപ്പം നമ്മൾ അതിൻ്റെ ഒരെണ്ണം അത്ര മതി. ബാക്കി ഒരു ചോക്ലേറ്റ് ഞാൻ തിന്നും, ഒന്ന് നീ തിന്നും, ഒന്ന് അവൾ തിന്നും. എന്താന്ന് അപ്പൊ നമ്മൾ 10 grams നിക്ക് നോക്കട്ടെ കാണിക്കട്ടെ. എന്തുവാ മെൽറ്റ് മൈക്രോവേവ് വേണം. ഓക്കെ ഗോ മൈക്രോവേവ് സ്റ്റാർട്ട്. ഡാർക്ക് ചോക്ലേറ്റ് പിന്നെ ചൂടാണ്. വെയിറ്റ് ഞാൻ എടുക്കാം. നമുക്കിത് കൈ വെച്ച് മിക്സ് ചെയ്യാം. അതാ മിക്സ് ചെയ്യുക. ആരെങ്കിലും 2 പേരും മിക്സ് ആയ നല്ലപോലെ. അടുത്ത സ്റ്റെപ്പ് എന്താണ്? വിഷയം വായിക്കും. ഓഹോ നമ്മുടെ അമ്മ ഇതിനകത്ത് ഇടണോ? മുട്ട പൊട്ടിക്കാൻ. വെയിറ്റ് പിടിക്കാം. അങ്ങനെ പിടിക്കും. ഇനി പൊട്ടിച്ചിട്. ബ്രേക്ക്. കറക്റ്റ് ഹാഫായിട്ട് വേണം. എല്ലാം വേണ്ട. കൈ കഴുകണം. 1 tablespoon ബ്രൗൺ ഷുഗർ ആണ് ഞാൻ യൂസ് ചെയ്യണത്. കുറച്ചും കൂടി ഇടാം. ബ്രൗൺ ഷുഗറിന് അധികം ഇതില്ലല്ലോ, മധുരം ഇല്ലാത്തതുകൊണ്ട് കുറച്ചും കൂടി ഇടാം. സോ നമ്മൾ 1 tablespoon കേക്ക് ഫ്ലോർ ഇടാം. അത് വളരെ കുറഞ്ഞു പോയില്ലേ? അയ്യോ മിണ്ടാതെ പതുക്കെ. 180 circle on top. C for 10 minutes. Bake 180 degrees Celsius for 10 minutes. Okay. സംഭവം ഞാൻ 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് ഇതിൽ വെച്ചിരിക്കുകയാണ്. ഞാൻ 10 മിനിറ്റിന് ശേഷം ഇത് നല്ല ചൂടാണ്, പുറത്തെടുത്തപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. കുറച്ച് നേരം തണുക്കാൻ കൊള്ളാമോ? സ്പൈസിയാണ് നേരത്തെ പറഞ്ഞല്ലോ. ഇഷാൻ എങ്ങനെയുണ്ട്? ഓക്കെയാ? വലിയ കുഴപ്പമില്ല. 70. അപ്പം ഞാൻ കഴിച്ചിട്ട് പറയാം. ബ്രൗണി പോലെ അല്ലേ? നടുക്ക പക്ഷെ കുറച്ച് മോൾട്ടൺ ആയിട്ടിരിക്കണം അല്ലേ? ലാവ കേക്ക് പോലെ. ചുറ്റിനും മാത്രമേ ആയുള്ളൂ. ആ നമ്മുടെ കോഫി ഡേയിൽ കിട്ടണ ലാവ കേക്കിന്റെ പോലത്തെ ടേസ്റ്റ്. ഐസ്ക്രീമും കൂടെ വെച്ച് കഴിക്കാൻ അടിപൊളിയായിരിക്കും അല്ലേ? ഒരു സ്പൂൺ തരുമോ? അപ്പൊ ഹാപ്പി ക്രിസ്മസ്. താങ്ക് യു ഫോർ വാച്ചിങ്. അമ്മമ്മ ബാക്കില്